എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്കറിയാം 3 മാർക്കിനാണ് നമ്മൾക്ക് ചോദിക്കുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നും നമ്മൾ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇന്നലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അവരുടെ വേരിയസ് കൺവെൻഷൻസിനെ കുറിച്ച് നമ്മൾ ഇന്നലെ 192 കൺവെൻഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. 192 കൺവെൻഷൻസിനെ എല്ലാവരും ഓർത്തിരിക്കുക, മറക്കരുത്. അപ്പൊ അതിന്റെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ അപ്പൊ ഇന്നലെ നമ്മൾ കംപ്ലീറ്റ്ലി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും അതിന്റെ കൺവെൻഷൻസും അതിലെ ഇന്ത്യ ഏതൊക്കെ സിഗ്നേറ്ററി ആണ്, ഏതിലെല്ലാം സിഗ്നേറ്ററി അല്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറയുക, CSCRനെ കുറിച്ചുള്ള ആ കമ്മിറ്റിയെ കുറിച്ച് പഠിച്ചു, അതിന്റെ പ്രൊസീജിയറിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഓർഗൻസിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഭാഗം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളതാണ് ലേബർ റൈറ്റ്സ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തൊഴിലാളികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലേബർ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളുടെ ഭരണഘടനയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ. അപ്പോ നമുക്കറിയാം, നമ്മൾ ഭരണഘടന ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചാണ്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമുക്കറിയാം ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ് ആണ്. ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ് അതായത് നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മൗലിക അവകാശത്തിന്റെ വയലേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പരാതി കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഉടൻ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം ലഭിക്കുന്നു. അപ്പോ രാഷ്ട്രം നമ്മളുടെ ഈ റൈറ്റ്, മൗലിക അവകാശം ലംഘിച്ചാൽ നമ്മൾക്ക് ഉടൻ തന്നെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു റിട്ട് ഫയൽ ചെയ്തുകൊണ്ട് നമ്മൾക്ക് അതിന് ഉടൻ തന്നെ ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന് ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയിൽ ഇതേപോലെ തന്നെ ലേബർ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏതെല്ലാം കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 14 തന്നെ എടുക്കാം. ഈ ആർട്ടിക്കിൾ 14 നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഇക്വാലിറ്റിയെ കുറിച്ചും നോൺ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഡോക്ട്രിൻ, ഈക്വൽ പേ ഡോക്ട്രിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈക്വൽ പേ അതായത് ഒരേപോലെ എല്ലാവർക്കും, സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേപോലെയുള്ള വേതനം നൽകണം എന്ന് ആർട്ടിക്കിൾ 14 അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആർട്ടിക്കിൾ 39 ക്ലോസ് ഡി പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അതിന്റെ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോയിട്ട് പരാതി പറയാൻ പറ്റില്ല. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് സ്റ്റേറ്റിന് രാഷ്ട്രത്തിന് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. അതായത് പാർലമെന്റ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചേഴ്സ് നിയമം നിർമ്മിക്കുമ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട്, അത് മനസ്സിൽ വെച്ചുകൊണ്ട്, അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നിയമം നിർമ്മിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തത്വത്തിൽ ഇവിടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നൽകുക. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഈ ഈക്വൽ പേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ 39 ക്ലോസ് ഡി ആണ്. പക്ഷേ ആ പ്രൊവിഷനെ നമ്മുടെ ആർട്ടിക്കിൾ 14 ചേർത്ത് വെച്ചുകൊണ്ട്, അതുമായി എന്താണ് കണക്ട് ചെയ്തുകൊണ്ട് രൺധീർ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സുപ്രീം കോടതി വിധിയിൽ എന്ത് ചെയ്തു, ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റുകയാണ്. എന്ത്, ഈക്വൽ പേ. കണ്ടോ, സ്ത്രീയും പുരുഷനും ഒരേപോലെയുള്ള ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരേപോലെയുള്ള വേതനം നൽകണം. സ്ത്രീക്കും പുരുഷനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വേതനം എന്നുള്ളതല്ല, അവർ ഒരേ ജോലിയാണോ ചെയ്യുന്നത് എങ്കിൽ നിർബന്ധമായും എന്ത് നൽകണം, അവർക്ക് ഒരേ വേതനം നൽകണം എന്നാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു നിയമം തന്നെ, ഒരു സ്റ്റെറ്റ്യൂട്ട് തന്നെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് എന്ന് പറയുന്ന 1976 വന്നിട്ടുള്ള ഒരു നിയമമാണ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം. ആ നിയമത്തിനകത്ത് തുല്യ വേതനത്തെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യമായി വേതനം നൽകേണ്ടതുണ്ട് എന്ന് കൃത്യമായി പറയുന്ന ഒരു
സ്റ്റെറ്റ്യൂട്ട് ആണ്. എന്നാൽ നമ്മളുടെ ലേബർ കോഡിനകത്ത് പുതിയ ലേബർ കോഡിനകത്ത് വേജ് കോഡ് എന്ന് പറയുന്ന കോഡിനകത്താണ് ഈക്വൽ റെമ്യൂണറേഷനെ കുറിച്ച് പറയുന്നത്. എന്നാൽ അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി നമ്മുടെ ലേബർ കോഡിനകത്തൊക്കെ പറയും, നമ്മൾ ഡിസ്കസ് ചെയ്യും, എന്നാലും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ്, സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം അല്ലെങ്കിൽ തുല്യമായ അവസരം എന്നുള്ളത് പോലെ തന്നെ എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ പുതിയ ലേബർ കോഡിനകത്ത് അല്ലെങ്കിൽ വേജ് കോഡിനകത്ത് ഊന്നൽ നൽകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ചെയ്യുന്ന ജോലി ഒന്നാണെങ്കിലും രണ്ടും രണ്ട് ഡെസിഗ്നേഷനിലാണ്. ഉദാഹരണം, ഞാനൊരു സ്ഥാപനത്തിലെ ക്ലർക്കുമാണ്, മറ്റേയാള് മറ്റേയാള് എന്താണ്, അസിസ്റ്റന്റ് മാനേജറുമാണ്. പക്ഷെ ക്ലർക്കും അസിസ്റ്റന്റ് മാനേജറും ചെയ്യുന്ന ഒരൊറ്റ ജോലിയാണ്. പക്ഷെ എന്നെക്കാളും ശമ്പളം, ക്ലർക്കിനേക്കാളും കൂടുതൽ ശമ്പളം ആർക്ക് പോകുന്നു, അസിസ്റ്റന്റ് മാനേജർക്ക് പോകുന്നു എന്നുള്ള കാരണം കൊണ്ട് രണ്ടുപേരും ചെയ്യുന്ന ജോലിക്കാണ് ഇമ്പോർട്ടൻസ്, അല്ലാണ്ട് അവരുടെ ഡെസിഗ്നേഷൻ അല്ല. അപ്പൊ ഇവിടെ രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്നായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരേ വേതനം കൊടുക്കണമെന്നാണ് നമ്മളുടെ പുതിയ ലേബർ കോഡിനകത്ത് പറയുന്നത്. അവരുടെ ഡെസിഗ്നേഷൻ ഡസൻ മാറ്റർ, ബട്ട് യുവർ വർക്ക് മാറ്റേഴ്സ് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് വരുമ്പോൾ, നമ്മളുടെ ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈക്വൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്ന നമ്മുടെ DPSPയിലെ പ്രൊവിഷൻ എന്താക്കി, ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാക്കുകയാണ്. അത് ഏത് കേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രൺധീർ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലാണ്. കണ്ടോ? അപ്പൊ ഈ കേസിനകത്ത് എന്ത് ചെയ്തു, 39 ക്ലോസ് ഡി എന്ന് പറയുന്ന ഈ ഒരു പ്രൊവിഷനെ എന്തുമായിട്ട് ലിങ്ക് ചെയ്യുന്നു, ആർട്ടിക്കിൾ 14 ലിങ്ക് ചെയ്തുകൊണ്ട് ഇത് എന്താക്കുന്നു, നമ്മുടെ മൗലിക അവകാശമായിട്ട് ഇതിനെ പറയുന്നു. എന്ത്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്കിനെ. ഇനി അടുത്ത നമ്മുടെ ഭരണഘടനയിലെ വേറൊരു മൗലിക അവകാശമാണ് 19 ക്ലോസ് 1 ക്ലോസ് സി, ഫ്രീഡം ഓഫ് അസോസിയേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു, ഫ്രീഡം ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷനിൽ ഇന്ത്യ സിഗ്നേറ്ററി അല്ല, അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തു ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഭരണഘടനയിൽ നമ്മൾക്കറിയാം, ഇവിടെ റൈറ്റ് ടു യൂണിയനൈസ്, അസോസിയേഷൻ നമുക്കൊരു യൂണിയൻ തുടങ്ങാനുള്ള, നമുക്ക് എന്താണ്, ഒരു കൂട്ടായ്മ ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, എന്താണ് മൗലിക അവകാശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഹൃദയം എന്ന് വിശേഷിപ്പിക്കും. കളക്റ്റീവ് ബാർഗൈനിങ് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒറ്റക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ വിഷയം കൂട്ടമായിട്ട് ഒരാളോട് അവതരിപ്പിക്കുന്നതിന് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുക, അല്ലെ? അപ്പൊ ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്തിന്റെ ഭാഗമാണ്, അസോസിയേഷൻ ഉണ്ടെങ്കിലാണ് കളക്റ്റീവ് ബാർഗൈനിങ് സ്കോപ്പ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിലാളികൾക്ക് കൂട്ടായ്മ അനുവദിക്കുന്നുണ്ട്. 19 ക്ലോസ് 1 ക്ലോസ് സിയുടെ പ്രൊവിഷനിൽ വെളിച്ചത്തിൽ നിർത്തിക്കൊണ്ട് ഇവിടെ തൊഴിലാളികൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൂട്ടായ്മ രൂപീകരിക്കാം, അല്ലെ? അതിനെയാണ് നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി എന്ത് ചെയ്യും, ഇവിടെ ഏതെങ്കിലും എംപ്ലോയറും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ട്രേഡ് യൂണിയൻ, അല്ലെ, കൂട്ടമായി വന്നുകൊണ്ട് ഇവിടെ ഇയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുറച്ചു പേർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെ? സോമം, അപ്പോ നമ്മുടെ ഭരണഘടന, അപ്പൊ നമുക്ക് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ അവകാശം ഒരു എംപ്ലോയർ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു സംഘടന തന്നെ, ഒരു അസോസിയേഷൻ തന്നെ എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നു. അപ്പൊ ചോദിക്കണം, നിങ്ങൾക്ക് അസോസിയേഷൻ തുടങ്ങാൻ എവിടെ നിന്നാണ് അവകാശം? ഇന്ത്യ ഇന്റർനാഷണൽ മറ്റേ ലേബർ ഓർഗനൈസേഷനിൽ അംഗമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിലെ ആ ഒരു കൺവെൻഷനിൽ ഇന്ത്യ സിഗ്നേറ്ററി അല്ലല്ലോ. ആയിക്കോട്ടെ, സിഗ്നേറ്ററി അല്ല, കൺവെൻഷനിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് നേരാണ്. പക്ഷേ ഇവിടെ അസോസിയേഷൻ തുടങ്ങിയത് ഞങ്ങളുടെ ഭരണഘടന നൽകിയ അവകാശമാണ്. കണ്ടോ, 19 ക്ലോസ് 1 ക്ലോസ് സി, ഫ്രീഡം ഓഫ് അസോസിയേഷൻ. എന്താണ് ഇവിടെ, കൂട്ടായ്മ, അസോസിയേഷൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രീഡം എന്റെ ഭരണഘടന നൽകുന്നു. അപ്പൊ ഇത് കൃത്യമായി ഓർത്തിരിക്കുക. എന്നാൽ ശ്രദ്ധിക്കണം, ഒരു ഒരു പരിമിതി എന്ന് പറയുന്നത്, ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് യൂണിയൻ തുടങ്ങാനൊക്കെയുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ യൂണിയന് സ്ട്രൈക്ക് ചെയ്യാനുള്ള, നിങ്ങൾക്ക് സമരം വിളിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, നമ്മൾ സ്ഥാപനത്തിൽ എംപ്ലോയർ പറയുന്ന ഒരു കാര്യം നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എംപ്ലോയറുമായിട്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ സമരത്തിൽ ഏർപ്പെടാറുണ്ട്. ഈ സമരം വിളിക്കുക എന്നുള്ളത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിന് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് യൂണിയനൊക്കെ തുടങ്ങാം, ആ യൂണിയന്
സമരം വിളിക്കാമോ എന്നാണ് പറയുന്നത്. അപ്പൊ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സമരം വിളി എന്ന് പറയുന്നത് എന്തല്ല, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. നോട്ട് ദിസ് പോയിന്റ്. സമരം വിളിക്കുന്നത് എന്തല്ല, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മറിച്ച് നമുക്ക് സ്ട്രൈക്ക് വിളിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. ഒരു പർട്ടിക്കുലർ നിയമം നമുക്ക് നൽകുന്ന അവകാശം മാത്രമാണ് സ്ട്രൈക്ക് വിളിക്കുക എന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ നമുക്ക് സ്ട്രൈക്ക് വിളിക്കാനുള്ള അവകാശം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതെ, വേറെ എവിടെ നിന്നുമല്ല, നമ്മളുടെ ലേബർ ലോ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് പറയുന്ന, ഇപ്പോൾ അത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പുതിയത് നമ്മുടെ ലേബർ കോഡ് വന്ന സ്ഥിതിക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിനെ എല്ലാം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്തു ആയിക്കൊള്ളട്ടെ, അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ നിയമപ്രകാരം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരം പ്രതിപാദിക്കുന്ന രീതിയിൽ മാത്രമേ നമുക്ക് സ്ട്രൈക്ക് വിളിക്കാൻ പറ്റുള്ളൂ. സോ റൈറ്റ് ടു കോൾ സ്ട്രൈക്ക് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് ബട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്നുള്ളത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കുക. നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയുണ്ട്, എല്ലാവരും ഓർത്തിരിക്കുക. ടി കെ രംഗരാജൻ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു. വളരെ എന്താ പറയുക, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയാണ് ടി കെ രംഗരാജൻ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു. 2003 കേസാണ്. നമുക്കറിയാം അന്ന് 2003 തമിഴ്നാട് സർക്കാരിനെതിരെ അവരുടെ ഒരു പെൻഷൻ റൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ലക്ഷം സർക്കാർ ജീവനക്കാർ സമരം നടത്തുകയും അവരെല്ലാം സർക്കാർ എന്ത് ചെയ്ത് പിരിച്ചുവിടുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റർ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതിയിൽ അന്നത്തെ ജഡ്ജായിരുന്ന ജസ്റ്റിസ് എം ബി ഷാ, കണ്ടോ, ജസ്റ്റിസ് എം ബി ഷാ 3 കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് ജഡ്ജ്മെന്റിൽ പറഞ്ഞത്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആണ്. പലരും ക്രിട്ടിസൈസ് ചെയ്ത ഒരു റിമാർക്സ് ആണ്. എന്തു ആയിക്കോട്ടെ, എന്താണ് പറയുക, അദ്ദേഹം പറഞ്ഞതാണ് എന്ത്. കണ്ടോ, ഈ കേസ് എപ്പോഴും ശ്രദ്ധിക്കുക. ടി കെ രംഗരാജൻ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് തമിഴ്നാടില് എന്താണെന്ന് സുപ്രീം കോടതി ജഡ്ജ് പറഞ്ഞത്? കണ്ടോ, സ്ട്രൈക്ക് എന്ന് പറയുന്നത് എന്തല്ല, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് സി പ്രകാരം നമുക്ക് എന്താണ്, ഒരിക്കലും അതിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് ആര് പറയുന്നത്? ജസ്റ്റിസ് എം പി ഷാ പറയുന്നത്. നിങ്ങൾക്ക് യൂണിയൻ തുടങ്ങാൻ എല്ലാവിധ അവകാശമുണ്ട്. ഇറ്റ് ഡസൻ മീൻ നിങ്ങൾക്ക് എന്ത്, സ്ട്രൈക്ക് വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. മാത്രവുമല്ല, കണ്ടോ, പിന്നീട് നമ്മൾ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലേക്ക് സുപ്രീം കോടതി പറയാണ്. സുപ്രീം കോടതി പറയണം എന്താണ്, ഗവൺമെന്റ് എംപ്ലോയീസിന് ഒരു കാരണവശാലും എന്തില്ല, സ്ട്രൈക്ക് വിളിക്കാനുള്ള അവകാശമില്ല എന്നുള്ളത്. കാരണം ഗവൺമെന്റ് എംപ്ലോയീസ് ഒരിക്കലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. അത് മറ്റ് സാധാരണ ജോലിക്കാർ, അവർക്ക് വിളിക്കാം. ID ആക്ട് പ്രകാരം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രകാരം സമരം വിളിക്കാം. പക്ഷേ അതൊരിക്കലും മൗലിക അവകാശമാണെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഗവൺമെന്റ് എംപ്ലോയീസിന് ഒരു കാരണവശാലും സ്ട്രൈക്ക് വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് ഗവൺമെന്റ് എംപ്ലോയീസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രകാരം ഗവേൺ ചെയ്യുന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത് ഭയങ്കരമായിട്ട് പലതരത്തിലുള്ള ക്രിറ്റിസിസത്തിന് മറ്റേ ക്രിറ്റിസിസത്തിന് വിധേയമാക്കപ്പെട്ട ഒരു വിധിയാണ്. എന്തു ആയിക്കൊള്ളട്ടെ, അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് ഒരു മോറൽ ഇക്വിറ്റബിൾ റൈറ്റ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ബിക്കോസ് അതെന്താണ്, പബ്ലിക്കിനെ പബ്ലിക്കിനെ നമ്മൾ എന്താണ്, റാൻസം, അതോടൊപ്പം തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേഷനെ, നമ്മുടെ മൊത്തത്തിലുള്ള നമ്മളുടെ ഭരണത്തെ അല്ലെങ്കിൽ എന്താണ്, ഭരണ സംവിധാനത്തെ പാരലൈസ് ചെയ്തതിന് തുല്യമാണ് എന്നുള്ളത്. ഓഫ് ചെയ്യും, ഇത് മിണ്ടൽ, ഞാൻ ഇവിടെ എല്ലാം റെക്കോർഡ് ചെയ്യും. വാലടിച്ച് മൊത്തത്തിൽ പാരലൈസ് ചെയ്യുന്നതിന് തുല്യമാണെന്നുള്ളതും കൂടി എല്ലാവരും മനസ്സിലാക്കുക. അപ്പോ ഒരു കാരണവശാലും അത് അനുവദിക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കുക എല്ലാവരും. ഇനി അപ്പോ ഇനി അടുത്ത ഭാഗം. അപ്പൊ നമ്മൾ 19 ക്ലോസ് 1 ക്ലോസ് സി പഠിച്ചു, ആർട്ടിക്കിൾ 14. ഇതെല്ലാം ഭരണഘടന നൽകുന്ന, വർക്കേഴ്സിന് നൽകുന്ന അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21. എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ 21 ഭരണഘടന പറയുന്നത് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 21 നമുക്ക് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തെയും, അല്ലെ, സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കാനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്, ഒരു നിയമമാണ് ആർട്ടിക്കിൾ 21 ഭരണഘടന. നമ്മുടെ ഭരണഘടനയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, ജീവിക്കുവാനും സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കാനുമുള്ള അവകാശം. അപ്പൊ നമുക്ക് നോക്കാം
നമ്മളുടെ ബന്ധമുക്തി മോർച്ച എന്ന് പറയുന്ന കേസിനകത്ത്, ബന്ധുവ മുക്തി മോർച്ച എന്ന് പറയുന്ന കേസിനകത്ത് സുപ്രീം കോടതി പറയുകയുണ്ടായി, കണ്ടോ, റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി ഫ്രീ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ്? അഭിമാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അഭിമാനത്തോടു കൂടി നമുക്ക് ചുമ്മാ എങ്ങനെ ജീവിച്ചു പോവുകയല്ല. ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അഭിമാനത്തോടു കൂടി നമ്മുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം നമുക്കിവിടെ നമ്മളുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ എന്താണ് ഇവിടെ അഭിമാനത്തിലൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെ, ആരും ചൂഷണം ചെയ്യപ്പെടാതെയുള്ള ഒരു ജീവിതം, അതാണ് ശരിക്കും അഭിമാനകരമായിട്ടുള്ള ജീവിതം എന്ന് ഹോണറബിൾ സുപ്രീം കോടതി ബന്ധുവ മുക്തി മോർച്ച എന്ന് പറയുന്ന കേസിനകത്ത് സുപ്രീം കോടതി പറയുന്നു. എഗെയിൻ നമ്മുടെ ലൈവ്ലിഹുഡിനെ കുറിച്ച് പറഞ്ഞതാണ്. ഓൾജ ടെല്ലീസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സുപ്രീം കോടതി വീണ്ടും പറഞ്ഞു എന്താണ്? ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യപരമായിട്ടുള്ള കാര്യമാണ്. കണ്ടോ, ഏതെങ്കിലും ലൈവ്ലിഹുഡ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജോലി എന്ന് പറയുന്നത്, അല്ലെ, നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോ എന്താണ്? ഏതെങ്കിലും വ്യക്തി ആ അവകാശം നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാവും. അപ്പോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യണം, പൈസ വേണം. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ ആരെങ്കിലും അതിന് തടസ്സം സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? നിങ്ങളുടെ ലൈവ്ലിഹുഡിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതൊരിക്കലും അനുവദിക്കുന്നതല്ല. അത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണെന്നുള്ളത് ഓൾജ ടെല്ലീസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഹോണറബിൾ സുപ്രീം കോടതി പറയുന്നു. കണ്ടോ? അപ്പോ ആർട്ടിക്കിൾ 21 എന്തിനെ കുറിച്ച് പറയുന്നു? നമ്മളുടെ എക്സ്പ്ലോയിറ്റേഷൻസിൽ നിന്നും എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും, അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾക്ക് നമ്മളുടെ ജോലി ചെയ്യാനുള്ള അവകാശത്തെയും കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 21 ഇവിടെ എടുത്തു പറയുന്നു. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 23 ആൻഡ് 24 സുപ്രീം കോടതി നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 23, 24 കണ്ട, അതിനൊറ്റയടിക്ക് പറയുകയാണെങ്കിൽ അതിന്റെ ഹെഡിങ് നമുക്ക് നോക്കാം. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. നമുക്കറിയാം ആർട്ടിക്കിൾ 23 പറയുന്നത് ഫോഴ്സ്ഡ് ലേബറെ കുറിച്ചാണ്. നമ്മളെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? നിർബന്ധിത ജോലി. ഇവിടെ ഫോഴ്സ്ഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൺപെയ്ഡ് ലേബർ ആണ്. അതെല്ലാവരും മനസ്സിലാക്കുക. ഫോഴ്സ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ജോലിയെക്കാളും ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് അൺപെയ്ഡ് ലേബർ. അതായത് നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾക്ക് എന്തില്ല? ശമ്പളമില്ല, നമ്മൾക്ക് വേജ് ഇല്ല, നമുക്ക് പൈസ തരാതിരിക്കുന്നത് എന്താണ്? വലിയ രീതിയിലുള്ള ചൂഷണമാണ്. കണ്ടോ, ഇവിടെ സുപ്രീം കോടതി പറയുന്നുണ്ട് എന്താണ്? നമ്മുടെ മിനിമം വേജിനേക്കാളും ഒരാൾ പണിയെടുത്തിട്ട് അയാൾക്ക് നൽകേണ്ട മിനിമം വേജ് എന്താണ്? ഈ മിനിമം വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സിസ്റ്റൻസ്, നമുക്ക് ഫുഡ്, ഹൗസ്, നമ്മുടെ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ പോലുള്ള സംഗതികൾ, മെഡിസിൻസ് പോലുള്ള സംഗതികൾ മേടിക്കേണ്ട അടിസ്ഥാന സംഗതികൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന ശമ്പളമാണ് ഈ മിനിമം വേജ് എന്ന് പറയുന്നത്. നമ്മൾ പണിയെടുത്തിട്ട് എന്താണ്, നമ്മൾക്ക് ഈ മിനിമം വേജ് പോലും നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിനിമം വേജിന്റെ താഴെയാണ് നമ്മൾക്ക് ശമ്പളം തരുന്നതെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞെന്താണ്? അതിനെയാണ് ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നത്. കണ്ടോ? ബിക്കോസ് അതിനാണ് എന്താ വിളിക്കുന്നത്? ഫോഴ്സ്ഡ് ലേബർ. ബിക്കോസ് എന്ന് പറയുന്നത് കാരണം എന്താണ്? അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പണിയെടുക്കുന്നതിന് കാരണം എന്താണ്? ദ വർക്കർ ഹാസ് നോ ചോയ്സ് ബട്ട് ടു വർക്ക് ഫോർ എ പിറ്റൻസ് ടു സർവൈവ്. കേട്ടോ? ഇപ്പൊ നമ്മൾക്ക് സർക്കാർ അടിസ്ഥാന ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളത് 500 രൂപയാണ്. പക്ഷേ ഞാനിവിടെ 300 രൂപക്ക് പണിയെടുക്കുകയാണ്. എനിക്ക് എന്റെ അടിസ്ഥാന ശമ്പളം, മിനിമം വേജ് പോലും തരാതെ അതിന്റെ താഴെ ഞാൻ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് ഫോഴ്സ്ഡ് ലേബർ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ നീ അങ്ങനെ പണിയെടുത്തത്? എന്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ പണിയെടുത്തെങ്കിൽ എനിക്ക് വെള്ളം കിട്ടില്ല, എനിക്ക് ഭക്ഷണം മേടിക്കാൻ പറ്റില്ല, എന്റെ കുടുംബം പട്ടിണിയാവും. ആ ഗതികേടിലാണ് ഞാൻ എന്ത് ചെയ്തത്? മിനിമം വേജിലും താഴെ പണിയെടുത്തത്. ഇപ്പൊ ഹോണറബിൾ സുപ്രീം കോടതി പറഞ്ഞെന്താണ്? ഇത് ആർട്ടിക്കിൾ 23 വയലേഷൻ ആണ്, ഫോഴ്സ്ഡ് ലേബറിന് തുല്യമാണ്. മിനിമം വേജിലും താഴെ പണിയെടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ്ഡ് ലേബർ ആണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ 24, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ അത് ആ 24ലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഫോഴ്സ്ഡ് ലേബറിനെ കുറിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി കേസ് ഉണ്ട്. ക്രൗൺ അലൂമിനിയം വർക്ക്സ് വേഴ്സസ് ദെയർ വർക്ക്മെൻ എന്ന് പറയുന്ന 1958 വളരെ സുപ്രധാനമായിട്ടുള്ളത് എല്ലാവരും ഓർത്തിരിക്കുക. കാരണം ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കേസുകളാണ്.
ക്രൗൺ അലൂമിനിയം വർക്ക്സ് ആൻഡ് ദെയർ വർക്ക്മെൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സുപ്രീം കോടതി വിധി അതിൽ എന്താ പറഞ്ഞത്? കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് എന്താണ്? അൻ എംപ്ലോയർ വാണ്ടിങ് ടു റെഡ്യൂസ് വേജസ് ഡ്യൂ ടു ഫിനാൻഷ്യൽ റൂൾ. കണ്ടോ എന്ത് ചെയ്യാണ് ഇവിടെ? ഒരു സ്ഥാപനത്തിന്, ഞാനിപ്പോ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, എന്ത് ചെയ്യുകയാണ്? എന്റെ സ്ഥാപനം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന എംപ്ലോയീസിന്റെ ശമ്പളം എന്ത് ചെയ്യുകയാണ്? കുറക്കുകയാണ്. എന്ത് കാരണത്താൽ? എനിക്ക് സാമ്പത്തിക നഷ്ടമുള്ളത് കൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ തികയുന്നില്ല. അതുകൊണ്ട് അവരുടെ എന്ത് ചെയ്യാണ്? ശമ്പളം അങ്ങോട്ട് കുറക്കുകയാണ്. കുറക്കാന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം വേജിലും താഴെയാണ് ഞാൻ അവർക്ക് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞെന്താണ്? The court held that if an industry is unable to pay its workmen at least a bare minimum wage. കണ്ടോ? എടോ, താങ്കൾ പണിയെടുപ്പിക്കുന്ന ജോലിക്കാർക്ക് താങ്കൾക്ക് മിനിമം വേജ് പോലും കൊടുക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലെങ്കിൽ താങ്കൾക്ക് ആ സ്ഥാപനം പൂട്ടുക എന്നുള്ളതാണ്. യു ഹാവ് നോ റൈറ്റ് ടു എക്സിസ്റ്റ്. നിങ്ങൾ ആ സ്ഥാപനം പൂട്ടിക്കളെ. നിങ്ങളെ സ്ഥാപനം എന്ത് ചെയ്യാം? പൂട്ടിക്കളെ. കാരണം മിനിമം വേജിന് താഴെ നിങ്ങളുടെ സ്ഥാപനത്തിൽ പണിക്കാരെ പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഫോഴ്സ്ഡ് ലേബർ ആണ്, ചൂഷണമാണ്. ആർട്ടിക്കിൾ 23 വയലേഷൻ ആണ്. ആർട്ടിക്കിൾ 23 എന്താണ്? വയലേഷൻ ആണെന്നുള്ളത് കൃത്യമായി സുപ്രീം കോടതി പറയുന്നു. അപ്പൊ സുപ്രീം കോടതി ഈ കേസിൽ ക്രൗൺ അലൂമിനിയം വർക്ക്സ് വേഴ്സസ് ആൻഡ് ദെയർ വർക്ക്മെൻ എന്ന് പറയുന്ന കേസിനകത്ത് സുപ്രീം കോടതി പറയുന്നു എന്താണ്? യു ഹാവ് നോ റൈറ്റ് ടു എക്സിസ്റ്റ്. കാരണം എന്താണ്? ആ സ്ഥാപനത്തിന് അണേബിൾ ടു പേ ഇറ്റ്സ് വർക്ക്മെൻ അറ്റ്ലീസ്റ്റ് എ ബെയർ മിനിമം വേജ്. കണ്ടോ? അപ്പൊ ഞാൻ ഈ പറയുന്ന 23 സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് ക്രൗൺ അലൂമിനിയം വർക്ക്സ് ആൻഡ് ദെയർ വർക്ക്മെൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചൈൽഡ് ലേബർ ആർട്ടിക്കിൾ 24 നമുക്കറിയാം. 14 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മുടെ ഭരണഘടന പറയുന്നു അല്ലെ, കുട്ടികളെ ഒരു കാരണവശാലും ഫാക്ടറികളിലോ മൈൻസിലോ ഹസാർഡസ് ജോബ്സിലോ, അതായത് അപകടം പതിഞ്ഞിരിക്കുന്ന മേഖലയിലോ പണിയെടുപ്പിക്കാൻ പാടില്ല. നമുക്കറിയാം ഇന്ത്യയില് ഭരണഘടന കൃത്യമായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നു. 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും ഫാക്ടറികളിലും മൈൻസിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒന്നും പണിയെടുപ്പിക്കാൻ പാടില്ലെന്നോ. ഇത് രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത്, നമുക്കിവിടെ ചൈൽഡ് ലേബർ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. ഈ നിയമപ്രകാരം ഈ ചൈൽഡ് ലേബർ റെഗുലേഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്ന ഈ നിയമത്തിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? ഇവിടെ പറയുന്നു 14 വയസ്സ് വരെയുള്ള കുട്ടികളെ, ശ്രദ്ധിക്കണോട്ടോ, 14 വയസ്സ് വരെയുള്ള കുട്ടികളെ നോൺ ഹസാഡസ് മേഖലയിൽ പണിയെടുപ്പിക്കാൻ പാടില്ല. ഇപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഭരണഘടനയും പറയുന്നത്. അത് തന്നെയാണ്. ഫാക്ടറികളിലോ മൈനിലോ ഹസാഡസ് മേഖലയോ, അതായത് അപകടമുള്ള മേഖലകളിലോ പണിയെടുപ്പിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. നമ്മുടെ ഭരണഘടനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ടും പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ നോൺ ഹസാഡസ് മേഖലയിൽ പണിയെടുപ്പിക്കാമോ? അപകടമില്ലാത്ത മേഖലയിൽ പണിയെടുപ്പിക്കാമോ? ഭരണഘടന പറയുന്നു പറ്റും. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ടും പറയുന്നു പറ്റും. എന്നാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപകടമില്ലാത്ത മേഖലയിൽ കുട്ടികളെ പണിയെടുപ്പിക്കുക, 14 വയസ്സ് വരെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ രസകരമായ സംഗതി, 2017-18 കാലഘട്ടത്തിൽ ഈ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ടിൽ ഒരു അമെന്റ്മെന്റ് വന്നു. ആ അമെന്റ്മെന്റിനകത്ത് എന്ത് ഉൾപ്പെടുത്തി? ഇന്നിപ്പോൾ നോൺ ഹസാഡസും, ശ്രദ്ധിക്കുക, 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു സ്ഥലത്തും, അത് ഹസാറസ് ആയിക്കോട്ടെ നോൺ ഹസാറസ് ആയിക്കോട്ടെ എന്തും ആയിക്കൊള്ളട്ടെ, 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു മേഖലയിലും എന്ത് ചെയ്യാൻ പാടില്ല? പണിയെടുപ്പിക്കാൻ പാടില്ല. അതിവിടെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഭരണഘടന പറയുന്നത് എന്താണ്? ഹസാർഡസ് മേഖലയിലും ഫാക്ടറിയിലും മൈനിലും ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ചൈൽഡ് ലേബർ റെഗുലേഷൻ ആക്ടിലും പറഞ്ഞു പോയത്. പക്ഷെ 17 ആയപ്പോഴത്തേനും സാഹചര്യം മാറി. ഇപ്പൊ എന്ത് പറയുന്നു? അമെന്റ്മെന്റിൽ എന്താ പറയുന്നത്? നോൺ ഹസാർഡസ് മേഖലയിലും നമ്മൾ കുട്ടികളെ പണിയെടുപ്പിക്കാൻ പാടില്ല. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 21A പ്രകാരം എന്താണ്? നിർബന്ധിത വിദ്യാഭ്യാസം. ഭരണഘടനയുടെ 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രകാരം നിർബന്ധിത വിദ്യാഭ്യാസവും, നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന 2009 വന്ന നിയമപ്രകാരം കുട്ടികൾക്ക് എന്ത് നൽകണം? നിർബന്ധമായുള്ള എലമെന്ററി എഡ്യൂക്കേഷൻസ് നൽകണം എന്നാണ് റൂള്. ആ കുട്ടികളെ ഒരു കാരണവശാലും ഹസാർഡസ് ആയിക്കോട്ടെ നോൺ ഹസാർഡസ് ആയിക്കോട്ടെ മേഖലയിൽ പണിയെടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് കറന്റ്
റൂൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനകത്ത് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ടിനകത്ത് ഒരു എക്സെപ്ഷൻ വന്നിട്ടുള്ളത് ഈ അമെന്റ്മെന്റിൽ തന്നെ പറയുന്നത്, നമ്മൾ ഈ സ്വന്തം അച്ഛനും അമ്മയ്ക്കൊക്കെ ചില സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ. ഉദാഹരണം, എന്റെ അച്ഛനൊരു ചായക്കടയാണ്. അപ്പൊ എന്റെ മകൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് അച്ഛനെ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കൊരു വർക്ക്ഷോപ്പാണ്. അപ്പൊ ആ വർക്ക്ഷോപ്പിൽ അത് നോൺ ഹസാറസ് ആയിരിക്കണം കേട്ടോ, ഹസാറസ് പറ്റില്ല. നോൺ ഹസാറസ് ആയിട്ടുള്ള ഒരു സ്ഥാപനം എന്റെ അച്ഛൻ നടത്തുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എന്റെ അച്ഛന്റെ സ്ഥാപനത്തിൽ എന്റെ പഠനം കഴിഞ്ഞത്, ശ്രദ്ധിക്കണം, പഠനം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പോയി സഹായിക്കാം. അത് പെർമിറ്റഡ് ആണ്. പിന്നെ നമുക്കറിയാം അഡ്വർടൈസ്മെന്റ്, സിനിമ, പിന്നെ കോമ്പറ്റീഷൻ പോലുള്ള സംഗതികളിൽ പാരന്റ്സിന്റെ സൂപ്പർവിഷനോട് കൂടി കുട്ടികളെ പങ്കെടുപ്പിക്കാം. അത് കുഴപ്പമില്ല. അതിനും ഇവിടെ എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ കേസ് മറക്കരുത്, ക്രൗൺ അലൂമിനിയം വർക്ക്സ് ആൻഡ് ദിയർ വർക്ക്മെൻ എന്ന് പറയുന്ന കേസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു സുപ്രീം കോടതി വിധിയായിരുന്നു പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 1982. ഇത് അറിയപ്പെടുന്നത് ഏഷ്യാഡ് വർക്കേഴ്സ് കേസ് എന്നാണ് നമ്മൾ പറയുന്നത്. കണ്ടോ, സുപ്രീം കോടതി ഈ കേസിനകത്ത് പറഞ്ഞത് കണ്ടോ, ഇതിനകത്ത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് PN ഭഗവതിയാണ് ഈ ഒരു ജഡ്ജ്മെന്റ് എഴുതിയത്. അദ്ദേഹം പറയുകയാണ് എന്താണ്, കമ്പൽഷൻ ഈസ് നോട്ട് ഓൾവേസ് ഫിസിക്കൽ ഓർ ലീഗൽ, ഇറ്റ് ക്യാൻ ബി എക്കണോമിക്. അപ്പൊ നമ്മൾ ഈ ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ നിർബന്ധപൂർവ്വം ബലമായിട്ട് പണിയെടുപ്പിക്കുന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചിന്ത. അതൊരിക്കലും എന്താവണമെന്നില്ല, ഫിസിക്കൽ ആവണം എന്നാണ്, അല്ലെങ്കിൽ ലീഗൽ ആവണമെന്ന് നിർബന്ധമില്ല എന്നാണ് ജഡ്ജ്മെന്റ് പറഞ്ഞത്. അതിന്റെ ഫോഴ്സ്ഡ് ലേബറിന്റെ മുഖ്യ കാരണം എന്തായിരിക്കും? എക്കണോമിക് ആയിരിക്കും, സാമ്പത്തികമായിട്ടുള്ള കാരണമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മിനിമം വേജിലും താഴെ ഒരാൾ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം എന്തായിരിക്കും? ദ റീസൺ ഈസ് എനിക്ക് സർവൈവ് ചെയ്യണം, എനിക്ക് പണമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ പണി എടുക്കുന്നത്. അപ്പോൾ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കുക, ഞാൻ അതിന്റെ ഹെഡിങ് നോക്കാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നമ്മുടെ നമ്മളുടെ എന്താ പറയുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്താണ് ഇവിടെ ലേബർ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏതെല്ലാം പ്രൊവിഷൻസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നമുക്കറിയാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ആണെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 4 അപ്പോൾ നമുക്കറിയാം, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് നോൺ ജസ്റ്റിഷ്യബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിർബന്ധമായിട്ടും സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രം അത് ഫോളോ ചെയ്യണം, അതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിയമനിർമ്മാണം നടത്തുന്ന സമയത്ത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് പരിഗണിച്ചുകൊണ്ടാണ് നിയമം നിർമ്മിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഈ ലേബർ റൈറ്റ്സുകളെ, തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ആർട്ടിക്കിൾസ്, എന്തെല്ലാം കാര്യങ്ങൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, എക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നു, ആർട്ടിക്കിൾ 38, 39. കണ്ടോ, നമ്മുടെ രാഷ്ട്രത്തിൽ സാമൂഹിക ഓർഡർ, സോഷ്യൽ ഓർഡർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഇന്നിക്വാലിറ്റീസ് അല്ലെ, ഇവിടെ ഇൻകത്തിന്റെ ബേസിസിലും സ്റ്റേറ്റസിന്റെ ബേസിസിലും ഇന്നിക്വാലിറ്റി ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? രാഷ്ട്രം എന്ത് ചെയ്യണം? അതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ്. അതായത് ഇവിടെ സാമൂഹിക ഓർഡർ, സോഷ്യൽ ഓർഡർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? അതിനുവേണ്ടി സംസ്ഥാനം, രാഷ്ട്രം ശ്രമിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ എന്താണ്? അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അതായത് നല്ല രീതിയിലുള്ള വേതനം, എല്ലാവർക്കും തുല്യ സംരക്ഷണം, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഇൻകം ഡിസ്പാരിറ്റി ഉണ്ടാവില്ല. ഇവിടെ ഒരാൾ ഹൈ സ്റ്റാറ്റസ്, ഒരാൾ ലോവർ സ്റ്റാറ്റസ് എന്നുള്ളതില്ല. എല്ലാവർക്കും ഒരേപോലെയുള്ള ഇൻകം, എല്ലാവർക്കും ഒരേപോലെയുള്ള സ്റ്റേറ്റസും സമൂഹത്തിൽ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രം പ്രവർത്തിക്കണമെന്നാണ് ആർട്ടിക്കിൾ 38 പറയുന്നതെങ്കിൽ, ആർട്ടിക്കിൾ 39 ക്ലോസ് E പറയുന്നത് എന്താണ്? ഇവിടെ വർക്കേഴ്സിന്റെ ആരോഗ്യവും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും, അതായത് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഹെൽത്തും അവരുടെ ആരോഗ്യവും, അല്ലെങ്കിൽ ഹെൽത്തും അവരുടെ സ്ട്രെങ്ത്തും എന്താണ് ഒരേപോലെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ രാഷ്ട്രം ചെയ്യണമെന്നാണ് പറയുന്നത്. അവർ അബ്യൂസ് ചെയ്യപ്പെടുന്നില്ല, അവർ ചൂഷണം ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ, അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ മൂലം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നം മൂലം അവരെന്ത് ചെയ്യുന്നില്ല, അവർക്ക് ചേരാത്ത, അവരുടെ ആരോഗ്യത്തിനും അവരുടെ മനസ്സിനും പറ്റാത്ത ജോലി ചെയ്യാനായിട്ട് അവരെ നിർബന്ധിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കണം.
ഏതെങ്കിലും സാമ്പത്തിക പരാധീനത മൂലം ഞാൻ എന്ത് ചെയ്യണം, എന്റെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ എന്റെ ശരീരം പോലും ശ്രദ്ധിക്കാതെ നമ്മൾ ജോലി ചെയ്യും. അത് പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സംസ്ഥാനം, രാഷ്ട്രം അത് തടയണമെന്നാണ് ആർട്ടിക്കിൾ 39 ക്ലോസ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറയുകയും ചെയ്തു, സാമ്പത്തിക പരാധീനത മൂലം എന്ത് ചെയ്യാൻ പാടില്ല, ഫോഴ്സ്ഡ് ലേബറിനോ അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ശരീരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ജോലിയിലേക്ക് നിർബന്ധിക്കാനോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്റ്റേറ്റ് ചെയ്യണമെന്നും ഈ ആർട്ടിക്കിൾ 13 ക്ലോസ് പറയുന്നു. നമുക്കറിയാം ഇവിടെ ആർട്ടിക്കിൾ 41, 42, 43 എന്താണ് കണ്ടോ, ഇവിടെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 41 എന്താണ് പറയുന്നത്? രാഷ്ട്രം അതിന്റെ എക്കണോമിക് കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ എല്ലാവർക്കും ജോലി ലഭിക്കുന്ന രീതിയിലുള്ള സാഹചര്യവും അതോടൊപ്പം തന്നെ ജോലി ഏർപ്പെടുന്ന നമ്മുടെ രാജ്യത്തിലെ പൗരന്മാർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഓൾഡ് ഏജ്, സിക്നസ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്സ് നൽകണമെന്നാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. ഈ ആർട്ടിക്കിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ആർട്ടിക്കിളിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ രാഷ്ട്രം, നമ്മുടെ പാർലമെന്റ്, നമ്മുടെ അസംബ്ലി എന്ത് ചെയ്യുന്നത്, പല സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സുകൾ നൽകുന്നത്. ESI, PF, ഗ്രാറ്റുവിറ്റി, അല്ലെ, മെറ്റേണിറ്റി ബെനിഫിറ്റ് പോലുള്ള സംഗതികളൊക്കെ നൽകാൻ നമ്മുടെ രാഷ്ട്രത്തിനെ അല്ലെങ്കിൽ പാർലമെന്റിനെ പ്രേരിപ്പിക്കുന്ന ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 41 ആണ്. ഇവൻ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് പോലും നമ്മുടെ പുതിയ ലേബർ കോഡിനകത്തുള്ള പുതിയ നിയമമാണ് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്നത്. അത് ഏതിന്റെ വെളിച്ചത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഈ ആർട്ടിക്കിൾ 41 പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം, ആർട്ടിക്കിൾ 41 എന്തിനെ എൻകറേജ് ചെയ്യുന്നു? ഇവിടെയുള്ള തൊഴിലാളികൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സുകൾ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്സുകൾ, മെറ്റേണിറ്റി ബെനിഫിറ്റ്സുകൾ, കണ്ടോ, അതോടൊപ്പം സിക്നസ് ബെനിഫിറ്റുകൾ, ഇൻഷുറൻസ് പോലുള്ള സംഗതികൾ നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 41 എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 42 നോക്കിയേ, കണ്ടോ, മെറ്റേണിറ്റി റിലീഫിനെ കുറിച്ച് പറയുന്നതാണ്. കണ്ടോ, നമ്മളുടെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1970, മെറ്റേണിറ്റി ആക്ട് നമ്മളിവിടെ പാസ്സാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമമാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന് പറയുന്നത്. ആ ആക്ട് ഏതിന്റെ വെളിച്ചത്തിലാണ് പാസ്സാക്കിയത്? ആർട്ടിക്കിൾ 42. കണ്ടോ, കണ്ടോ, ഇവിടെ എന്തിനാണ്? ജസ്റ്റ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. കണ്ടോ, മെറ്റേണിറ്റി റിലീഫ് നൽകണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഡയറക്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് എഴുതാം ആർട്ടിക്കിൾ 42. ഈ 42ന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ മെറ്റേണിറ്റി ആക്ടും അതോടൊപ്പം തന്നെ ESIയിൽ മെറ്റേണിറ്റി ബെനിഫിറ്റിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത്. കൂടാതെ ആർട്ടിക്കിൾ 43 കണ്ടോ, ലിവിംഗ് വേജ്. നമ്മൾ മിനിമം വേജ് ഉണ്ട്, ലിവിംഗ് വേജ് ഉണ്ട്. ലിവിംഗ് വേജ് എന്ന് മിനിമം വേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമുക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബെയർ ആയിട്ടുള്ള മിനിമം വേജ് എംപ്ലോയർ കൊടുക്കണം എന്നാണ് റൂള്. ലിവിംഗ് വേജ് നൽകണമെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, ഇവിടെ പാർലമെന്റിനോട് പറയുന്നു, അല്ലെങ്കിൽ രാഷ്ട്രം ഉറപ്പാക്കണം. എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മിനിമം വേജ് കൂടാതെ ലിവിംഗ് വേജും നൽകണമെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രത്തിനാണെന്ന് പറയുന്നു. എന്തിനാണ് ലിവിംഗ് വേജ് എന്ന് പറയുന്നത്? നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 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 സാലറി, ഒരു വേജ്, ഒരു വേതനം എന്ത് ചെയ്യണം, ഇവിടെ ഉറപ്പാക്കണമെന്നും ഇവിടെ ആർട്ടിക്കിൾ 43 പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ മിനിമം വേജ് അല്ല, മിനിമം വേജ് നമുക്കറിയാം ബെയർ സബ്സിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, ലിവിംഗ് വേജ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ സാമൂഹിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വേതനമാണ്. എന്ത്, ഇപ്പൊ നമുക്ക് പട്ടിണി മാറ്റാന്നുള്ളതല്ലോ ഇപ്പോഴത്തെ ലിവിംഗ് വേജ്. നമ്മുടെ ഇപ്പോഴത്തെ വേജ് എന്ന് പറയുന്നത് ലിവിംഗ് വേജ് ആണല്ലോ, നമ്മുടെ ഫെയർ വേജ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭക്ഷണവും വസ്ത്രവും കൂടാതെ നമ്മളുടെ ആരോഗ്യ സംരക്ഷണവും നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ശമ്പളം പ്രക്രിയ, അല്ലെങ്കിൽ ശമ്പളം ഫിക്സ് ചെയ്യുന്നത് ആ രീതിക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അത് കിട്ടാനുള്ള കാരണം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം സർക്കാർ, പാർലമെന്റ് പാസ്സാക്കുന്നതിനുള്ള സോഴ്സ് എവിടെ നിന്നാണ്? ആർട്ടിക്കിൾ 43 ആണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഈ ഒരു ആർട്ടിക്കിൾ എല്ലാവരും ശ്രദ്ധിക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, പലരും തെറ്റിക്കാനും സാധ്യതയുള്ള ഒരു ഭാഗമാണ്. കാരണം വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 43A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിള് നമ്മുടെ DPSP, ഡയറക്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ്? 42nd അമെന്റ്മെന്റ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. 43A, ഇതിന്റെ ഹെഡിങ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് സ്റ്റേറ്റിന് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. എന്ത്,
വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെന്റ് ഓഫ് അണ്ടർടേക്കിങ്സ്. ഇതാണ് ഈ 42nd അമെന്റ്മെന്റ് 43 എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾ പറയുന്നത്. എന്താണ് ഇത് പറയുന്നതാണ്? ദിസ് മൂവ്സ് ദ വർക്കർ ഫ്രം ബീങ് എ സെർവന്റ് ടു എ പാർട്ട്ണർ ഇൻ ദ ഇൻഡസ്ട്രി. അതായത് സ്റ്റേറ്റിന് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. എന്താണ്? ഇവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് അവർ അവരുടെ ജോലി മാത്രം ചെയ്യാതെ അവിടുത്തെ മാനേജ്മെന്റിലും ഇടപെടുന്നു, സംസാരിക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം ജോലി സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുക, അല്ലെ? അപ്പോൾ നമുക്കറിയാം, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെഞ്ചർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ, അല്ലെ? നിങ്ങൾ പണിയെടുത്താൽ മാത്രം മതി, ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട, അങ്ങനെയുള്ള ഒരു സമീപനമാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനം സക്സസ്ഫുൾ ആവില്ല. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിൽ, ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് അത് അയാളെ, ആ പണിക്കാരനെ, ആ ജോലിക്കാരനെ കൂടുതൽ ഇൻസെന്റിവൈസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ ഭാഗമാണ് നമുക്കിപ്പോ പല മറ്റേ കമ്പനികളിലും വർക്ക്സ് കമ്മിറ്റി ഉണ്ട്, അല്ലെ? വർക്ക്സ് കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോ നമുക്ക് അതോടൊപ്പം തന്നെ മറ്റേ എന്താ പറയുക, ഗ്രീവൻസ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്, അല്ലെ? അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരം, നമ്മുടെ OSH പുതിയ ഇത് കോഡ് പ്രകാരം ഇവിടെ സേഫ്റ്റി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് രൂപീകരിച്ചത്. ആ സേഫ്റ്റി കമ്മിറ്റിയിൽ എംപ്ലോയിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞതുപോലെ പ്രാതിനിധ്യം അതിനകത്തുണ്ട്. ഇപ്പൊ നമുക്കറിയാം നെഗോഷിയേറ്റിംഗ് കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട് പുതിയ. അതൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പോ എംപ്ലോയീസിന്റെ പ്രാതിനിധ്യവും കൂടി മാനേജ്മെന്റിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്ഥാപനത്തിന്റെ കാര്യങ്ങളിൽ, സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ പണിയെടുക്കുക മാത്രമല്ല, സ്ഥാപനത്തിന്റെ മറ്റ് മാനേജ്മെന്റ് തീരുമാനങ്ങളിലും ഇവരുടെ പ്രാതിനിധ്യം, ഇവരുടെ എന്താണ് റെപ്രസെന്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ സ്ഥാപനങ്ങളിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണ്, സ്റ്റേറ്റിന്റെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആർട്ടിക്കിളാണ് 43A എന്ന് പറയുന്നത്. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഞങ്ങൾ ജോലിക്കാർ മാത്രമല്ല, ഈ സ്ഥാപനത്തിന്റെ എന്താണ് പാർട്ട്ണറും കൂടിയാണ്. ഞാൻ പറഞ്ഞു, ഒരു സ്ഥാപനം വിജയിക്കുന്നത് ലേബറേഴ്സുമായിട്ട് എത്ര നന്നായി, ആ ലേബറേഴ്സുമായിട്ട് ആ സ്ഥാപനം എത്ര നന്നായി മിങ്കിൾ ചെയ്ത് പോകുന്നു എന്നുള്ള രീതിക്കാണ് ആ സ്ഥാപനത്തിന്റെ വിജയം. അപ്പോ ഇൻ ടേൺ ആ എംപ്ലോയി സ്ഥാപനത്തിന്റെ ഭാഗമാവുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ സെർവന്റ് മാത്രമല്ല, ഈ സ്ഥാപനത്തിന്റെ പാർട്ട്ണർ ആണെന്നുള്ളൊരു വിചാരം വർക്കർക്ക് ഉണ്ടാവുകയും ഇൻ ടേൺ ആ സ്ഥാപനം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോ അങ്ങനെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സ്റ്റേറ്റ് ഒരുക്കണം എന്നാണ്, അല്ല അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ഇവിടെ നമ്മളുടെ ഭരണഘടന സ്റ്റേറ്റിന് നിർദ്ദേശിക്കുന്നത്. ആ നിർദ്ദേശിച്ച ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും മറക്കരുത്, ആർട്ടിക്കിൾ 43A ആണ്. ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് വന്നതെന്ന് ചോദിച്ചാൽ 42nd അമെന്റ്മെന്റ് പ്രകാരമാണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ നമുക്കറിയാം, ഈ ലേബർ എന്ന് പറയുന്ന മാറ്റർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഷെഡ്യൂൾ 7 ലിസ്റ്റ് 3 മറക്കരുത്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സംഗതി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, ലേബർ എന്ന് പറയുന്ന മാറ്റർ ഏതിലാണ്, ഏത് ലിസ്റ്റിലാണ് വരുന്നത്? അപ്പോ നമുക്ക് നോക്കാം. കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത് എന്ന് പറയാം, അല്ലെ? നമ്മുടെ ഈ കൺകറന്റ് ലിസ്റ്റിലെ പ്രത്യേകത എന്ന് നമുക്കറിയാം എന്താണെന്നുള്ളത്. നമ്മുടെ ഇപ്പൊ പുതിയ സ്റ്റേറ്റിനും യൂണിയനും എന്ത് ചെയ്യാം? സെൻട്രലിനും സ്റ്റേറ്റുകൾക്കും എന്ത് ചെയ്യാം? നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ലിസ്റ്റിനെയാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുക. അപ്പൊ നമ്മളിപ്പോ അറിയാം, അതുകൊണ്ടാണ് നമ്മളുടെ പാർലമെന്റ് 4 കോഡുകൾ ഉണ്ടാക്കിയത്. ലേബർ കോഡ്, അല്ലെ? ലേബർ കോഡ് എന്നുള്ള നിയമം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ലേബർ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റ് ആയതുകൊണ്ടാണ് സെന്റർ നിയമം ഉണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലും വരുന്നത്, ഇത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതുകൊണ്ട് സ്റ്റേറ്റിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമം ഉണ്ടാക്കുക എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് സെൻട്രൽ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പല ലേബർ നിയമങ്ങൾ ഉണ്ടാക്കിയാലും സംസ്ഥാനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൂൾസുകൾ ഉണ്ടാക്കുന്നു, അല്ലെ? ഇപ്പൊ നമുക്ക് 4 കോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 4 കോഡുകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്ത് കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സ്പെസിഫിക് റൂൾസുകൾ ഡ്രാഫ്റ്റ് ചെയ്യും നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റുമായി ചേർന്നുകൊണ്ട്. എന്നാൽ സെൻട്രൽ ലോയെ കോൺട്രാഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇവിടെ റൂൾ മേക്ക് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ആ റൂൾ മേക്ക് ചെയ്യാനുള്ള അധികാരം നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് കൺകറന്റ് ലിസ്റ്റിൽ നിന്നുമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇത്രയുമാണ് നമ്മൾക്ക് എന്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്. എന്ത് നമ്മൾ പറയുന്ന ടോപ്പിക് ലേബർ റൈറ്റ്സ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന
സംഗതിയിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്രയുമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ അവസാനത്തെ ടോപ്പിക്കാണ് ലേബർ കോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലേബർ കോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു ചെറിയൊരു ഒരു 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 നമുക്ക് ആ ഫസ്റ്റ് മോഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന വെറും ലേബർ കോഡ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ലേബർ കോഡ് അറിയാം, ഏറ്റവും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് സെക്കൻഡ് മോഡ്യൂളും തേർഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ലേബർ കോഡിന്റെ വെളിച്ചത്തിലാണ്. പ്ലസ് പഴയ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ നിയമത്തിൽ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലേബർ കോഡ് എന്ന് പറയുന്ന സംഗതി നമുക്ക് ഒറ്റ ഇതിൽ ചർച്ച ചെയ്യേണ്ടതില്ല. നമുക്ക് ലേബർ കോഡ് നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന സെക്കൻഡ് മോഡ്യൂൾ തേർഡ് മോഡ്യൂൾ ഫോർത്ത് മോഡ്യൂളിലെല്ലാം ലേബർ കോഡ് പ്ലസ് പഴയ നിയമങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഫിലോസഫിക്കൽ കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് ഐസൊലേറ്റഡ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. എങ്കിലും ഞാൻ ലേബർ കോഡിന്റെ ജസ്റ്റ് ഒരു 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 പെരിഫറൽ ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കിടക്കാണ്. ആ സെക്കൻഡ് മൊഡ്യൂൾ മുതൽ നമ്മൾ ലേബർ കോഡ് ഓരോന്നും ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോരോ സംഗതികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ലേബർ കോഡ് പറയും. അപ്പോൾ നമുക്കറിയാം, ഈ ലേബർ കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള 29ഓളം വരുന്ന ലേബർ നിയമങ്ങളെല്ലാം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് 4 കോഡുകളിലായിട്ട് ഉൾപ്പെടുത്തി. ഇന്ത്യയിലുള്ള 29ഓളം വരുന്ന ലേബർ നിയമങ്ങളെ 4 കോഡുകളിലായിട്ട് ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പൊ ഏതൊക്കെയാണ് 4 കോഡുകൾ എന്ന് പറയുന്നത്? കോഡ് ഓൺ വേജസ്, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, ഓക്യുപ്പേഷൻ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് അല്ലെങ്കിൽ OSH കോഡ് എന്ന് വിളിക്കുന്നു. നാലാമത്തത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ IRC എന്ന് വിളിക്കുന്നു. ഈ 4 കോഡുകളിലായിട്ടാണ് ഇപ്പൊ നമ്മളുടെ 29ഓളം വരുന്ന ലേബർ ലോസിനെ പുതിയ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ നമ്മളിനി പഴയത് ഉദാഹരണം, ഇപ്പൊ നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, നമുക്ക് പഴയ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഇനി നമുക്ക് പഠിക്കേണ്ടതില്ല, അതെടുത്ത് കളഞ്ഞു. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ പല പ്രൊവിഷൻസും ഏതിനകത്താണ് ഇപ്പൊ അവതരിപ്പിച്ചിട്ടുള്ളത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിനകത്താണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഉദാഹരണം കോഡ് ഓൺ വേജസിനകത്ത് ഏതെല്ലാം നിയമങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് ഇവിടെ മിനിമം വേജസ് ആക്ടിനെ കുറിച്ച് പറയുന്നു. മിനിമം വേജസ് ആക്ടിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ടിനെ പറയുന്നു. ബോണസ് ആക്ടിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഈ 4 നിയമങ്ങളെ ഏതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു? കോഡ് ഓൺ വേജസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പല 29ഓളം വരുന്ന ലേബർ നിയമങ്ങൾ ഈ 4 കോഡുകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നത് മനസ്സിലാക്കും. ഈ 4 കോഡുകൾ നമ്മൾ പഠിക്കും, ഓരോന്ന് വെച്ച് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ 4 മൊഡ്യൂളുകളായിട്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യും. എന്നാലാണ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും. എനിവേ, അപ്പോൾ നമുക്കറിയാം ഈ പുതിയ ലേബർ കോഡിന്റെ പ്രത്യേകത എന്താണ്? ആദ്യം നമ്മുടെ പഴയ ഈ 29ഓളം വരുന്ന ലേബർ ലോസിൽ ഏകദേശം 1200 സെക്ഷൻസിൽ നിന്നും നമുക്കിപ്പോ എത്ര സെക്ഷനായിട്ട് ഒതുങ്ങി? 479 സെക്ഷനായിട്ട് ഒതുങ്ങി. മുമ്പ് എത്രയാണ്? 29 നിയമങ്ങളിലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം 1200 സെക്ഷൻസ് പഠിക്കുന്ന സ്ഥാനത്ത് ഇപ്പൊ എത്ര പഠിച്ചാൽ മതി? 479 സെക്ഷൻസ് പഠിച്ചാൽ മതി. ഇപ്പൊ നമുക്കറിയാം ഇത് കഴിഞ്ഞ വർഷം നവംബർ മാസം 22-ാം തീയതിയാണ് ഇത് ഇന്ത്യയിൽ നിലവിൽ വന്നത്. നമ്മളിത് മനസ്സിലാക്കണം, ഇതിന്റെ റൂൾസുകൾ ഇറങ്ങിയിട്ടില്ല. ഇതിന്റെ റൂൾസുകളുടെ ഒരു ഡ്രാഫ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് ഡിസംബർ 30, 2025 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഈ റൂൾസുകൾ ലീഗൽ എക്സ്പേർട്സ് പറയുന്നത് ഇതിന്റെ റൂൾസുകൾ നിലവിൽ April 1, 2026 വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നെങ്കിലും ഈ റൂൾസുകൾ വരുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുക. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് മിക്കവാറും ആ റൂൾസുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ റൂൾസ് ഇറങ്ങിയെന്ന് വെച്ചാൽ റൂൾസ് ഇറങ്ങിയിട്ടില്ല, റൂൾസിന്റെ ഡ്രാഫ്റ്റ് ആണ് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ റൂൾസ് എന്ന് മുതൽ നിലവിൽ വരും? April 1, 2026 വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഉറപ്പില്ല. അപ്പോ ഇത്രയും ഇതോടുകൂടി നമ്മളുടെ മൊഡ്യൂൾ 1 അങ്ങോട്ട് കഴിഞ്ഞു.
മൊഡ്യൂൾ 1 നമുക്ക് മുഴുവൻ അത് കൊടുത്തിട്ടുള്ള സിലബസിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ മൊഡ്യൂൾ 1 ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഇതിന്റെ പവർ പോയിന്റ് ഉണ്ട്, പവർ പോയിന്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭ്യമാവും. അത് വായിച്ചു നോക്കുക, നന്നായിട്ട് വായിക്കുക, പഠിക്കുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് കാണാം വലിയ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ മൊഡ്യൂൾ 2യുടെ പേര് തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ എന്നാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ എന്നാണ്. അപ്പൊ നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോ ഇത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ശ്രദ്ധിച്ചവർക്ക് ഓർമ്മ വരുന്നത് ഏത് ഭാഗത്തിൽ വരുന്നതാണ്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിനകത്ത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധമുള്ള ഒരു ഭാഗമാണ് എന്ത്? കണ്ടോ, ഈ പറയുന്ന മൂന്നാലാമത്തെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡുമായി ബന്ധമുള്ള ഒരു സംഗതിയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ മൊഡ്യൂൾ സെക്കൻഡിനകത്തുണ്ട്. അപ്പോ എല്ലാവർക്കും സംശയം, സാർ അപ്പോ നമ്മൾ ഏതാ പഠിക്കുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡാണോ പഠിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമമാണ്. അപ്പോ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡും പഠിക്കും, അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ്. ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കും. നമ്മൾ ട്രേഡ് യൂണിയനെ കുറിച്ച് ഇതിനകത്ത് പഠിക്കും. നമ്മൾ ഇതിനകത്ത് സ്റ്റാൻഡിങ് ഓർഡേഴ്സിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, അപ്പൊ ഈ മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ള ഓരോന്നും, ഒരു ടോപ്പിക് പോലും നമ്മൾ മിസ്സാവാതെ എല്ലാ കാര്യവും നമ്മൾ പഠിക്കും. അപ്പൊ അതോടൊത്ത് നിങ്ങൾ വറീഡ് ആവണ്ട. നമുക്ക് ഈ മൊഡ്യൂൾ സെക്കൻഡിൽ നിന്നും ചോദിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇത് ക്ലാസ് കേൾക്കുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, നമ്മുടെ പുതിയ ലേബർ കോഡിന്റെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് നമ്മൾ പഠിക്കും. പഴയ നിയമങ്ങളായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പഠിക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. എന്തെല്ലാം ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടെന്ന് പഠിക്കും. ട്രേഡ് യൂണിയനെ കുറിച്ച് പഠിക്കും. സോ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഓരോന്നും അപ്പൊ നമുക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും, എന്തൊക്കെ ചേഞ്ചസ്, എങ്ങനെയാണ് ക്ലാസ് എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ മൊഡ്യൂളിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ഇൻഡസ്ട്രി എന്നുള്ളതാണ്. കണ്ടോ, ഇൻഡസ്ട്രി ഡെഫിനിഷൻ, ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഇറ്റ്സ് റെസ്പോൺസ്. ഇതാണ് നമ്മൾ ആദ്യം ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടോ, ഫസ്റ്റ് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇൻഡസ്ട്രി, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, കോടതി നൽകുന്ന അതിന്റെ വ്യാഖ്യാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോ തുടക്കത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 എന്ന് പറയുന്നത് നമ്മുടെ പഴയ നിയമത്തിനകത്ത് വാട്ട് ഈസ് ഇൻഡസ്ട്രി എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 2 ക്ലോസ് ജെക്കകത്താണ് ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തത്. അത് പ്രകാരം കണ്ടോ, വളരെ വേഗമായിട്ട് എനി ബിസിനസ്, ട്രേഡ്, അണ്ടർടേക്കിംഗ്, മാനുഫാക്ചറിങ് ഓർ കോളിംഗ് ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേഗമായിട്ടുള്ള, ഒട്ടും കൃത്യമല്ലാത്ത രീതിയിലുള്ള ഒരു ഡെഫിനിഷനാണ് 1947 പാർലമെന്റ് എന്ത് ചെയ്തത്, പാസ്സാക്കിയ നിയമം, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് പറയുന്ന നിയമം. അപ്പോൾ സുപ്രീം കോടതിക്ക് തന്നെ, അല്ലെങ്കിൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാതെ വന്നപ്പോൾ സുപ്രീം കോടതി തന്നെ ഫൈനലി ഇൻഡസ്ട്രിയുടെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നൽകേണ്ടത്. കാരണം ഇതിന്റെ കാരണം മനസ്സിലാക്കാൻ ഇത് വളരെ വേഗമാണ്. കൃത്യമല്ലാത്തത് കൊണ്ട് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് സുപ്രീം കോടതി എന്ത് ചെയ്തു, ഒരു നിയമം, സുപ്രീം കോടതി എന്ത് ചെയ്തു, ഇൻഡസ്ട്രിക്ക് ഒരു ഡെഫിനിഷൻ നൽകി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം ഹെഡിങ് ദ ലാൻഡ് മാർക്ക് ട്രിപ്പിൾ ടെസ്റ്റ്, അതിലേക്ക് കടക്കാം. അപ്പോ സുപ്രീം കോടതി ഏത് കേസിലാണ് ഇൻഡസ്ട്രിക്കുള്ള ഡെഫിനിഷൻ നൽകിയത്? ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡ് വേഴ്സസ് എ രാജപ്പ 1978 കേസിൽ അന്നത്തെ സുപ്രീം കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ആണ് ഇൻഡസ്ട്രിക്ക് ഡെഫിനിഷൻ നൽകുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഡോക്ടറിനാണ് ഡോക്ടർ ഓഫ് ട്രിപ്പിൾ ടെസ്റ്റ്. ട്രിപ്പിൾ ടെസ്റ്റ്, ഈ ട്രിപ്പിൾ ടെസ്റ്റിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു എൻറ്റിറ്റി ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്നുള്ളത്. ഒരു സ്ഥാപനത്തെ ഇൻഡസ്ട്രി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 ടെസ്റ്റുകൾ, ട്രിപ്പിൾ ടെസ്റ്റ് എന്നാണ് പറയുക. ഈ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്ഥാപനം ഇൻഡസ്ട്രി ആണോ അല്ലായോ എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഫസ്റ്റ് സംഗതിയാണ് എന്ത്? സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. എന്താണ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്
ആ സ്ഥാപനത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉണ്ടാവണം. സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ദിവസവും വളരെ ഓർഡറിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, ഒരു പ്രവർത്തനം ആ സ്ഥാപനത്തിൽ നടക്കുന്നത്. വല്ലപ്പോഴുമല്ല, ഇടയ്ക്കല്ല, കാഷ്വലി നടക്കുന്ന സംഗതിയല്ല. എല്ലാ ദിവസവും ഓർഗനൈസ്ഡ് ആയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി നടക്കുന്നത് എങ്ങനെയായിരിക്കണം? എംപ്ലോയറും എംപ്ലോയിയും കൂടി സഹകരിച്ചുകൊണ്ടായിരിക്കണം. കോപ്പറേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. കണ്ടോ? ആ സ്ഥാപനത്തിലെ തൊഴിലാളികളും ഉടമസ്ഥരും ചേർന്നുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രവർത്തനം, എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ, എന്ത് ആക്ടിവിറ്റിയാണ് അവർ നടത്തുന്ന? ആക്ടിവിറ്റി എന്ത് ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം? പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവർ നടത്തുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് എന്തുദ്ദേശിച്ചുകൊണ്ടായിരിക്കണം? ദ ഉദ്ദേശം മസ്റ്റ് ബി പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസസ്. കണ്ടോ? അപ്പൊ അവരെ ഏർപ്പെടുന്ന ആക്ടിവിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു? എന്തെങ്കിലും വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടോ. അപ്പോൾ ചോദിക്കും, എന്തിനാണ് ഈ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, മറിച്ചോ മനുഷ്യരുടെ ആവശ്യങ്ങൾ, അവിടെയുള്ള മനുഷ്യരെ അല്ലെങ്കിൽ പുറത്തുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ഗുഡ്സുകളോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി അത് പ്രവർത്തിക്കുന്നത് ആരുടെ സഹകരണത്തോടു കൂടിയാണ്? എംപ്ലോയറുടെ സഹകരണത്തോടു കൂടിയാണ്. അതെങ്ങനെയാണ് സഹകരിക്കുന്നത്? ഒരു സിസ്റ്റമാറ്റിക്കലി ആണ് ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ കോൾ സച്ച് എൻ എൻറ്റിറ്റി ആസ് ഇൻഡസ്ട്രി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ ഇൻഡസ്ട്രി എന്നുള്ള ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിൽ കടന്നു വരേണ്ട ആദ്യത്തെ എന്താണ്? ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? എന്തായിരിക്കണം? ഒരു കാരണവശാലും മറക്കരുത്. എന്താണ്? ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡ് വേഴ്സസ് രാജപ്പ എന്നുള്ള 1978 ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ കേസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ട്രിപ്പിൾ ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ട്രിപ്പിൾ ടെസ്റ്റിൽ എന്താണ്? ഒരു സ്ഥാപനം ഇൻഡസ്ട്രി ആണോ അല്ലയോ? കാരണം നമ്മുടെ ഇൻഡസ്ട്രി എന്നുള്ള ഡെഫിനിഷൻ എന്താണ്? വേഗായത് കൊണ്ട് തന്നെ സുപ്രീം കോടതി ഫൈനലി അതിനൊരു നിർവചനം നൽകിയിരിക്കുകയാണ്. അപ്പൊ ഇൻഡസ്ട്രി എന്ന് വിളിക്കണമെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉണ്ടാവണം. ആ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആരുടെ സഹകരണത്തോടു കൂടിയാണ് പോവേണ്ടത്? എംപ്ലോയറും സഹകരണത്തോടു കൂടിയാണ്. അവർ സഹകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ആ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിൽ സഹകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗുഡ്സോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗുഡ്സോ സർവീസസ് എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ശ്രദ്ധിക്കുക, സ്പിരിച്വൽ ആയിട്ടുള്ള റിലീജിയസ് കാര്യങ്ങളെ ഏർപ്പെടുന്നവരെ ഇൻഡസ്ട്രിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഉദാഹരണം, അമ്പലം, പള്ളി, ചർച്ച് പോലുള്ള സ്ഥാപനങ്ങളെ ഇൻഡസ്ട്രിയുടെ കാറ്റഗറിയിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. ബിക്കോസ് അതിനകത്ത് എന്തിനാ? സ്പിരിച്വൽ റിലീജിയസ് വാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലസ്റ്റിയൽ ബ്ലിസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു സെലസ്റ്റിയൽ ബ്ലിസ്, നമ്മളുടെ ആത്മശാന്തി അല്ലെങ്കിൽ നമ്മളുടെ അതിനൊരിക്കലും നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് ഒരു കമ്മ്യൂണിറ്റി സർവീസ്, ചിലപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ആയിട്ടും ചെയ്യും, നമ്മൾ കൂട്ടമായിട്ടും ചെയ്യും. പക്ഷെ അതിന് ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് ആണുള്ളത്. അതിനൊരിക്കലും നമുക്ക് ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കറിയാം, ഈ ടെസ്റ്റിന് ശേഷം ഹോസ്പിറ്റൽ മസ്ദൂർ സഭ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ കേസിനകത്ത് സുപ്രീം കോടതി ഈ ഇൻഡസ്ട്രി എന്നുള്ള മറ്റേ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ മസ്ദൂർ സഭ എന്ന് പറയുന്ന കേസിനകത്ത് ഹോസ്പിറ്റലുകളെ ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി കേസ് എന്ന് പറയുന്ന കേസിനകത്ത് ആദ്യം സ്കൂൾസിനെയും യൂണിവേഴ്സിറ്റിനെയും ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി കേസ് എന്ന് പറയുന്ന കേസിനകത്ത് യൂണിവേഴ്സിറ്റിയും സ്കൂളിനെയും ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുന്നു. മുനിസിപ്പാലിറ്റിയെ, ഡി എൻ ബാനർജി വേഴ്സസ് പി ആർ മുഖർജി എന്ന് പറയുന്ന കേസിൽ മുനിസിപ്പാലിറ്റിയെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്ന ടേം ശ്രദ്ധിക്കണം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കി. അപ്പൊ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലക്ഷ്യം എന്താണ്? നോൺ പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഒരു സ്ഥാപനം ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പ്രോഫിറ്റിനെ നോക്കിക്കൊണ്ട് ഒരിക്കലും നിർവചിക്കാൻ പറ്റില്ല. ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? സിസ്റ്റമാറ്റിക് ആണോ? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടോ? ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സിന് വേണ്ടിയിട്ട് ഗുഡ്സോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ പ്രോഫിറ്റ് ഉണ്ടോ പ്രോഫിറ്റ് ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഡസൻ മാറ്റർ. ചിലപ്പോൾ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും, പക്ഷെ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, അവിടെ ഒരു ഗുഡ്സോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൾ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ഇൻഡസ്ട്രി എന്നും
പറയുന്നത്. അപ്പൊ അത് എപ്പോഴും ഓർത്തിരിക്കുക. എന്നാൽ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഈ ഇൻഡസ്ട്രിയുടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. സോവറിംഗ് ഫങ്ഷൻസ് ചെയ്യുന്ന, ഉദാഹരണം ഡിഫൻസ്, ജസ്റ്റിസ്, പോലീസ്, ലെജിസ്ലേഷൻ, ഇതിനെല്ലാം ഇൻഡസ്ട്രിയിൽ ഈ ജോലികൾ നിർവഹിക്കുന്ന സ്ഥാപനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ഉദാഹരണം സർക്കാരിന്റെ ഡിഫൻസ്, ജസ്റ്റിസ്, പോലീസ്, ലെജിസ്ലേഷൻ എല്ലാം സർക്കാരിന്റെ ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ചെയ്യുന്ന ഇതിനെയെല്ലാം ഇൻഡസ്ട്രിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് കാണുന്നത്. എന്നാൽ സർക്കാരിന്റെ മറ്റ് വെൽഫെയർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഇപ്പൊ ഉദാഹരണം PWD അല്ലെങ്കിൽ മറ്റ് വെൽഫെയർ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാർ ഏർപ്പെടാറുണ്ട്. അപ്പൊ അതിനെല്ലാം ആ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾ, സർക്കാരാണ് ഏർപ്പെടുന്നതെങ്കിൽ പോലും ആ സ്ഥാപനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡസ്ട്രി എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 78-ല് VR കൃഷ്ണയ്യരുടെ ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ എന്നുള്ള കേസിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാർലമെന്റ് എന്ത് ചെയ്തു? ഈ പറയുകയുണ്ടായി, നമ്മുടെ സുപ്രീം കോടതിയുടെ ഈ ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ കേസ് ഭയങ്കര ബ്രോഡാണ്, അതുകൊണ്ട് തന്നെ സ്കൂൾസിനെയും ഹോസ്പിറ്റൽസിനെയും ഒക്കെ ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് കുറെ ലേബർ ലിറ്റിഗേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിനെയും ഹോസ്പിറ്റലിനെയും ഇൻഡസ്ട്രിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഡെഫിനിഷൻസിൽ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു, ചേഞ്ച് കൊണ്ടുവന്നു. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സ്കൂളിനെയും ഹോസ്പിറ്റൽസിനെയും ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട്. എന്നാൽ അയോണിക്കലി, നിർഭാഗ്യവശാൽ, അന്ന് അമെന്റ്മെന്റ് കൊണ്ടുവന്ന അല്ലെങ്കിൽ അമെന്റ് ചെയ്യപ്പെട്ട ആ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ ഇന്നും എന്ത് ചെയ്തില്ല? അത് നോട്ടിഫൈ ചെയ്തില്ല, അത് നിലവിൽ കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് വരെ അവർ അമെന്റ് ചെയ്തു എന്നുള്ള നേരാണ് പാർലമെന്റ്, പക്ഷെ അത് നിലവിൽ കൊണ്ടുവന്നില്ല. കൊണ്ടുവരാത്തത് കൊണ്ട് ഇന്നും നമ്മൾ എന്ത് തന്നെ ഫോളോ ചെയ്യുന്നു? ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ കേസിലെ ഇൻഡസ്ട്രി, VR കൃഷ്ണയ്യർ എന്ത് ഡെഫിനിഷൻ ആണോ ഇൻഡസ്ട്രിക്ക് കൊടുത്തിട്ടുള്ളത്, ആ ഡെഫിനിഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്നും ഫോളോ ചെയ്തിരിക്കുന്നു. ഏതുവരെ? കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ വർഷം നവംബർ 21 വരെ നമ്മളിത് ഫോളോ ചെയ്തു. 22 മുതൽ എന്ത് വന്നിരിക്കുന്നു? ന്യൂ ലേബർ കോഡ് വന്നതുകൊണ്ട് തന്നെ ന്യൂ ലേബർ കോഡിനകത്ത് എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നു. നോക്കിയേ, ഞാൻ പറഞ്ഞത് ന്യൂ ലോ സെഷൻ 2 ക്ലോസ് P ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിനകത്ത് കണ്ടോ, കഴിഞ്ഞ വർഷം നവംബർ 22 വന്ന നിയമമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന് പറയുന്നത്. നവംബർ 22 വന്ന ആ നിയമത്തിനകത്ത് സെക്ഷൻ 2 ക്ലോസ് P ഡിഫൈൻ ചെയ്യുന്നു എന്ത്? ഇൻഡസ്ട്രി എന്നുള്ളത്. കണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കും, നമ്മുടെ പുതിയ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിനകത്ത് ഇൻഡസ്ട്രി ഡെഫിനേഷൻ കുറച്ച് വെറൈറ്റി ആയിരിക്കും എന്ന് കാത്തിരിക്കായിരിക്കും. പക്ഷേ പേടിക്കേണ്ട, വെറൈറ്റി ഒന്നുമല്ല. നമ്മുടെ അതേ ബാംഗ്ലൂർ വാട്ടർ സപ്ലൈയുടെ ആ ട്രിപ്പിൾ ടെസ്റ്റ് തന്നെയാണ് ഇവിടെയും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. പക്ഷേ അതിനകത്ത് കുറച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ ഇൻഡസ്ട്രിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ, ബിക്കോസ് അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ പാർലമെന്റ് പുതിയ നിയമത്തിൽ നിന്നും 2-3 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഏതാണെന്ന് ഞാൻ പറയാം. അപ്പൊ അതിനു മുന്നേ നമ്മുടെ പുതിയ നിയമം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020 എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ 2025 പാസ്സാക്കിയിട്ടുള്ള IR കോഡ് ഇൻഡസ്ട്രിക്ക് നൽകുന്ന ഡെഫിനിഷൻ എന്താണ്? സെക്ഷൻ 2 ക്ലോസ് P പ്രകാരം ഇൻഡസ്ട്രി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി carried on by cooperation between an employer and worker for production, supply or distribution of goods and services. ഒരു മാറ്റവുമില്ല. നിങ്ങൾ ആ ഡെഫിനേഷൻ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത്. ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. സെയിം സാധനം തന്നെ. നമ്മുടെ ട്രിപ്പിൾ ടെസ്റ്റ്, നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ കൊണ്ടുവന്ന അതേ സംഗതി തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു, പ്രോഫിറ്റ് മോട്ടീവ് റെലവെന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു.
അതിനിപ്പോഴും ജസ്റ്റ് ലൈക്ക് ഓൾ ലോ ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് യു മേക്ക് പ്രോഫിറ്റ് ഓർ ഹാവ് ഇൻവെസ്റ്റഡ് ക്യാപ്. ഇപ്പൊ പ്രോഫിറ്റ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. പ്രോഫിറ്റ് ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി നടത്തുന്നുണ്ട്, അവിടെ എംപ്ലോയറിന്റെയും എംപ്ലോയിയുടെയും കോപ്പറേഷനിൽ അവർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് സർവീസസ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ സച്ച് എൻറ്റിറ്റി ആസ് ഇൻഡസ്ട്രി. തന്നെയാണ്, ഒരു മാറ്റവുമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒഴിവാക്കപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് സ്പിരിച്വൽ റിലീജിയസ്. നമുക്കറിയാം സ്പിരിച്വൽ ആയിട്ടുള്ള റിലീജിയസ് ആക്ടിവിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻഡസ്ട്രിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ നിയമത്തിനകത്തും അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സ്പിരിച്വൽ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇൻഡസ്ട്രിയുടെ പരിധിയിൽ ഒഴിവാക്കിയിട്ടില്ല എന്ന്, ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഒരിക്കലും ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് നമുക്കറിയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സ്റ്റേറ്റ്യൂട്ട് തന്നെ, നമ്മുടെ പുതിയ ഇൻഡസ്ട്രിയലൈസേഷൻ കോഡ് തന്നെ ക്ലിയർലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെല്ലാം ഇൻഡസ്ട്രി അല്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഓൾറെഡി നമുക്കറിയാം റിലീജിയസ് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒരിക്കലും എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൂടാതെ നോക്കിയേ, ശ്രദ്ധിക്കണം, ചാരിറ്റബിൾ, സോഷ്യൽ, ഫിലാന്ത്രോപ്പിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇത് മുന്നേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പഴയ ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് നോക്കിയേ, ഇത് പല പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ചാരിറ്റബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളെ, സോഷ്യൽ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങളെ, മനസ്സിലാവുന്നുണ്ടോ, ഈ സ്ഥാപനങ്ങളെയെല്ലാം ഇൻഡസ്ട്രിയുടെ പരിധിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോവറിൻ ഫങ്ഷൻസ് എക്സസൈസ് ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു പോലീസ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, അല്ലെ. പിന്നെ അത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൻസ് റിസർച്ച്, അറ്റോമിക് എനർജി ആൻഡ് സ്പേസ് ഇതിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് സർവീസ്, നമ്മുടെ ഹൗസ് ഹോൾഡ് ഹെൽപ്പ് ഉണ്ടല്ലോ, വീട്ടിലെ പണി, നമ്മുടെ ഹൗസ് ഹോൾഡ് പണികൾ എടുക്കുന്ന മെയ്ഡ്, ഇവരെല്ലാം ആ സ്ഥാപനം, ഇപ്പൊ നമ്മുടെ വീട്ട് പണിക്ക് വരുന്നവർക്ക് നമ്മുടെ സ്ഥാപനം, നമ്മുടെ വീട് ഇൻഡസ്ട്രി ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഹൗസ് ഹോൾഡ് സർവീസ് ഡൊമസ്റ്റിക് സർവീസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് സമയാസമയങ്ങളിൽ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം ഇൻഡസ്ട്രിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കണം. ഓരോ സമയങ്ങളിൽ സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണോ വരുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കുക ആ സ്ഥാപനം ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്ന്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ 2025, അതായത് നമ്മുടെ നവംബർ മാസത്തിന് മുന്നേ വന്ന ഒരു കേസാണ് വെർത്ത് ട്രസ്റ്റ് വേഴ്സസ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിലെ വളരെ പ്രമാദമായ ഒരു കേസാണ് വെർത്ത് ട്രസ്റ്റ് വേഴ്സസ് വർക്കേഴ്സ് യൂണിയൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് ഒരു സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്താണെന്ന് നോക്കി, if a charitable trust runs a factory or a manufacturing unit, even if the profits goes to charity, that specific factory is not exempt. കണ്ടോ, ഇപ്പൊ നമ്മുടെ ഇടയിൽ കുറെ ചാരിറ്റബിൾ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്, അല്ലെ. എന്നാൽ ആ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഇൻഡസ്ട്രീസ്, ഉദാഹരണം ലെപ്രോസി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങി. പക്ഷെ ആ സ്ഥാപനം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാല് വയ്യാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീൽ ചെയർ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവിടെ കുറെ പണിക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ആ സ്ഥാപനം ശമ്പളം പണിക്കാർക്ക് കൊടുക്കുന്നുണ്ട്, അതിന്റെ പ്രോഫിറ്റ് മുഴുവൻ ഉപയോഗിക്കുന്നതിനാണ് ഫിലാന്ത്രോപിക് ചാരിറ്റബിൾ പർപ്പസ്. അപ്പൊ ചോദ്യം, ആ സ്ഥാപനം ഇതിന്റെ പരിധിയിൽ വരുമോ, ഇൻഡസ്ട്രിയുടെ പരിധിയിൽ വരുമോ എന്നാണ്. സുപ്രീം കോടതി പറഞ്ഞു വരും. ബിക്കോസ് എന്താണ്, ആ ആക്ടിവിറ്റി എന്താണ്, ഇൻഡസ്ട്രിയിലാണ്. നിങ്ങളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ അപ്പുറത്ത് ഒരു കൊമേഴ്ഷ്യൽ മാനുഫാക്ചറിങ് നടത്തുന്നുണ്ടെങ്കിൽ യു കനോട്ട് ഹൈഡ് കൊമേഴ്ഷ്യൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ബിഹൈൻഡ് എ ചാരിറ്റബിൾ ട്രസ്റ്റ്, അല്ലെ. അപ്പൊ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സ്ഥാപനത്തെ ഇൻഡസ്ട്രി എന്ന് വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് പണിയെടുക്കുന്നത്, ആ ചാരിറ്റബിൾ ട്രസ്റ്റിന് സെപ്പറേറ്റ് ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഇതേപോലെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രസ്റ്റിനെ എന്ത് വിളിക്കണ്ട, ഇൻഡസ്ട്രി എന്ന് വിളിക്കണ്ട. എന്നാൽ ആ സ്ഥാപനത്തെ നിങ്ങൾ എന്തായിട്ട് കാണണം, ഇൻഡസ്ട്രി ആയിട്ട് തന്നെ കാണണം. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ബോണസും മറ്റ് സേഫ്റ്റി എക്യുപ്മെന്റ്സ് എല്ലാം കൊടുക്കണം. അവർക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡും OSH കോഡും ഈ പറഞ്ഞ നമ്മളുടെ ബോണസ് കോഡ്, മറ്റേ എന്താണ് വേജ് കോഡും ഒക്കെ എന്ത് ചെയ്യുന്നില്ല, സോഷ്യൽ സെക്യൂരിറ്റി കോഡും എല്ലാം ആപ്ലിക്കബിൾ ആണെന്നുള്ളത് സുപ്രീം കോടതി പറയുന്നു. അപ്പോ പക്ഷേ ഈ ചാരിറ്റബിൾ ട്രസ്റ്റും ആ സ്ഥാപനം രണ്ടാണെന്നുള്ളത് കൊണ്ടാണ്. ഇനി ഒറ്റയാണെങ്കിൽ
അതിനെക്കുറിച്ച് ശരിക്കും ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ലേബർ കോഡിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു കാരണവശാലും പെടുത്താൻ പറ്റില്ലെന്നുണ്ടെങ്കിലും അതിനൊരു അടിയായിട്ട് ഒരു അടിയെന്നോളം സുപ്രീം കോടതി ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോഴും കുറെ ക്ലാരിഫിക്കേഷൻസ് ഇതുമായി കിട്ടാനുള്ളത് കൊണ്ട് തന്നെ അടുത്ത മാസം മാർച്ച് മാസം 23-ാം തീയതി ഒരു വലിയ രീതിയിലേക്ക് ഒരു കേസ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മള് എന്താ പറയാ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് യു പി വേഴ്സസ് ജയ്ബീർ സിംഗ് എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാരിറ്റി മറ്റേ എന്താ പറയാ ജസ്റ്റിസ് സൂര്യകാന്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫൈനൽ ഹിയറിംഗ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഫൈനൽ ക്ലാരിഫിക്കേഷൻ തരുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഈ കേസ് മാർച്ച് 17-ാം തീയതിയിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ അവര് അതിനകത്ത് നമുക്കത് പ്രതീക്ഷിക്കാം. നമുക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുന്നേ ആണ്. അപ്പൊ ആ കേസും നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളണം. യു പി സ്റ്റേറ്റ് ഓഫ് യു പി വേഴ്സസ് ജയ്ബീർ സിംഗ് എന്നാണ് ആ കേസിന്റെ പേര്. അപ്പൊ ആ കേസിനകത്ത് സുപ്രീം കോടതിയിലെ 9 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് ആ കേസ് വിധിക്കാൻ പോകുന്നത്. അതിനകത്ത് പറയും എന്ത്, നമ്മുടെ ബാംഗ്ലൂർ വാട്ടർ സപ്ലൈയുടെ ട്രിപ്പിൾ ടെസ്റ്റിലൂടെയാണല്ലോ നമ്മുടെ ഒരു സ്ഥാപനത്തെ ഇൻഡസ്ട്രി ആണോ അല്ലയോ എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രകാരം നമുക്കറിയാം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ പുതിയ നിയമപ്രകാരം ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുന്നില്ല. എന്നാൽ ചാരിറ്റിയിൽ ഏർപ്പെടുന്ന സ്ഥാപനം ഇൻഡസ്ട്രി തന്നെയാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ സുപ്രീം കോടതി അതിൽ നൽകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കേസ് എല്ലാവരും ഓർത്തിരിക്കുക. വർത്ത് ട്രസ്റ്റ് വേഴ്സസ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത് 2025 സുപ്രീം കോടതിയിനകത്ത് പറഞ്ഞത് ഇന്ന് മറ്റേ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് സെപ്പറേറ്റ് ഒരു ഫാക്ടറിയോ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അതൊരിക്കലും ഇൻഡസ്ട്രി അല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഇൻഡസ്ട്രി ആണെന്ന് ഈ കേസിൽ പറയുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ പുതിയ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിനകത്ത് പറയുന്നുണ്ട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുപ്രീം കോടതിയിലെ വലിയ ബെഞ്ച്, ഇത് ചെറിയ ബെഞ്ചാണ്, ഡിവിഷൻ ബെഞ്ചാണ്. ഇനി വലിയ ബെഞ്ച് മാർച്ച് മാസം 2026 മാർച്ച് മാസം യു പി വേഴ്സസ് ജയ്ബീർ സിംഗ് എന്ന് പറയുന്ന കേസിൽ ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തരുമെന്ന് പ്രതീക്ഷിക്കാം. മാർച്ച് 17-ാം തീയതിക്കാണ് ഈ കേസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 17-ാം തീയതി 18-ാം തീയതി നിങ്ങൾ പത്രങ്ങളിലൊക്കെ നോക്കുക, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സുപ്രീം കോടതിക്ക് പറയാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ജാനുവരി മാസം 29-ാം തീയതി സുപ്രീം കോടതിയുടെ വേറൊരു കേസ് വന്നിട്ടുണ്ട്. ഇന്ദിരാ വാർഡൻ വേഴ്സസ് ലക്ഷ്മി നാരായണൻ ദേവ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കേസ് വന്നിട്ടുണ്ട്. ഇന്ദിരാ വാർഡൻ അധുവര്യു വേഴ്സസ് ലക്ഷ്മി നാരായണൻ ദേവ് ട്രസ്റ്റ് എന്ന് പറയുന്ന കേസിനകത്ത് ജാനുവരി 29-ന് പുതിയൊരു കേസും കൂടി വന്നിട്ടുണ്ട്. അതിനകത്ത് സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ID മറ്റേ ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിനകത്തും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിനകത്തും പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ടെമ്പിൾ ട്രസ്റ്റ് ഈസ് നോട്ട് ആൻ ഇൻഡസ്ട്രി. നമ്മൾ ഉടനെ പറഞ്ഞു അമ്പലങ്ങളെയും പള്ളികളെയും നമുക്ക് ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെ ശരിവെച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി ജാനുവരി 26-ാം തീയതി വന്നിട്ടുണ്ട്. അതിൽ സുപ്രീം കോടതി പറയുന്നു എന്താണ്, ടെമ്പിൾ ട്രസ്റ്റ് ഈസ് നോട്ട് ആൻ ഇൻഡസ്ട്രി അണ്ടർ സെക്ഷൻ 2 ക്ലോസ് J ഓഫ് ID Act ബിക്കോസ് ഇറ്റ്സ് പ്രൈമറി ഒബ്ജക്ട് ഈസ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ആ സ്ഥാപനത്തെ നമുക്ക് ഒരിക്കലും ഇൻഡസ്ട്രി എന്ന് വിളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സുപ്രീം കോടതി വ്യക്തമായി ഈ കേസിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അതായത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നമ്മൾ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലോ എന്ന് പറയുന്നത് നമ്മുടെ 10 മാർക്കിന്റെ ഇതിൽ ഫസ്റ്റ് ഇൻഡസ്ട്രി ഡെഫിനേഷൻ, ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഇറ്റ്സ് റെസ്പോൺസ് എന്ന് പറയുന്ന ഭാഗം ഇത്രയുമാണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് കടക്കുകയാണ്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്.